ഇതിലേക്ക് അമ്മ മുമ്പോട്ട് പോവേനെ. ചക്ക ഉണ്ടോ ചിന്നാട്ടില? ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടേ? ഇല്ല, വരലുണ്ട്. ടൂറിസ്റ്റ് പുറത്തുനിന്ന് ആൾക്കാർ വരുത്തുണ്ട്. പഞ്ചാബിൽ നിന്ന് ടൂറിസ്റ്റ് ആൾക്കാർ വരും. പുറത്തുള്ളവർക്ക് വലിയ കാര്യമില്ലല്ലോ, നമുക്കല്ല ഈ കാര്യം കാണില്ല. കായൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പ്ലാത്തിച്ചക്കല്ലേ ഇത്? ആത്തച്ചക്ക എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരല്ലേ ഇത്? ആ, പ്ലാത്തിച്ചക്ക എന്നൊക്കെ പറയുന്ന സംഭവം ഇത്. പ്ലാത്തിച്ചക്ക അല്ലെങ്കിൽ അഥവാ ആത്തച്ചക്ക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നല്ല മസാലക്കറിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റായത്. ഇതാണ് നമ്മ പറഞ്ഞ റിസോർട്ട്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ റിസോർട്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. പശുവിൻ്റെ ഒച്ചെല്ലാം കേൾക്കുന്നുണ്ടല്ലേ ഫുള്ള്. അതാണ് അശോക ചക്കി. അശോക ചക്കിയാ? അതാ, അതിന് പൂത്തിട്ടില്ലല്ലോ. അതങ്ങനെ പൂക്കും. ആണോ? ഇവിടെ കിണറുണ്ടല്ലേ? ഇവിടെ എത്ര റൂമുണ്ട്? മുകളിലുണ്ട്, താഴെയുണ്ട്. പഴയ ഇല്ലം പൊളിച്ചതല്ലേ, പൊളിച്ചിട്ടാ ഇല്ല അങ്ങനെ റെനോവേറ്റ്. ഇല്ലം തന്നെ അല്ലേ? ഇതൊന്നും ജാതിക്ക പറഞ്ഞത്. ഇതൊക്കെ ഈ പറമ്പിൽ തന്നെ കിട്ടിയാൻ തോന്നുന്നതാ. ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പശുവുണ്ട്, പശു കാലിത്തൊഴുത്തുണ്ട്. ചെറിയ 2 പശുക്കളുണ്ട് ഇവിടെ വളർത്തുന്നിട്ടോ. 2 പശുവുണ്ട്. ഇതാ ദൂരെ കാഴ്ച ഞാൻ കാണിച്ചത് ജസ്റ്റ്. ഒരു 2 പശുവുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ഇവരെ പറമ്പിലേക്ക് കൂടെ തന്നെ നടക്കുന്നതാണ്. ഇവിടെ അത്യാവശ്യം എല്ലാം ഉണ്ട്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, വാഴയുണ്ട്. 2 പശു അല്ല കേട്ടോ, 4 പശുവുണ്ട് കേട്ടോ. ഇനി പശുവുണ്ട്. എന്താ ഒച്ച കേൾക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ. ഇതിൻ്റെ അപ്പുറം വലിയ പുഴയാണ്, നമ്മളെ വണ്ണാത്തിപ്പുഴ പറഞ്ഞ പുഴ. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്, ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത് വണ്ണാത്തിപ്പുഴ. വണ്ണാത്തിപ്പുഴയിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഇത്. ഇതാണ് ജാതിക്ക. ജാതി കൃഷി ഞാൻ നേരത്തെ ജാതിക്ക കാണിച്ചില്ലേ? ചില പിടിച്ചത് ഞാൻ കാണിച്ചത് ജാതിക്ക. ഈ ജാതിക്ക തോട്ടം എന്നൊക്കെ പറഞ്ഞ ജാതിക്ക ഇതാണെന്താ കണ്ടോ? ഇതാ ജാതിക്ക. കണ്ടോ ജാതിക്ക? കുറേ എണ്ണം പിടിച്ചിട്ടുണ്ട്, പക്ഷെ കുറേ എണ്ണം നിലത്ത് വീണിട്ടുണ്ട് കിടക്കുന്നത്. ഇതിൽ നിന്നാണ് ഞങ്ങൾ ജാതിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് ഈ ജാതിക്ക എന്ന് പറയുന്നത്. ഈ റിസോർട്ടിൻ്റെ ബാക്കി ഭാഗങ്ങളായത്. റിസോർട്ടും ഫുള്ള് കൃഷിയാണ്. എന്താ ജാതി കൃഷിയുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ പശുവുണ്ട്. പശുവിനെ പേടിച്ചിട്ട് പിള്ളേരൊക്കെ കിടന്ന് കരയുക. പിന്നെ അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാ ജാതി കൃഷിയുണ്ട്. ഒരുപാട് ജാതി മരമുണ്ട്. നിലത്തൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് ജാതിക്കഥ. ഇതിനോട് സാധനം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇതിനെങ്ങനെയാണ് എടുക്കുകയെന്ന് അറിയത്തില്ല. ആ ഇതാ ഇതിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ജാതിപ്പത്തിരി. ഇതാണ് ജാതിക്ക. നമ്മൾ ഈ നെയ്ച്ചോറിലും ബിരിയാണിയിലൊക്കെ ഇടുന്ന സംഭവം ഇത്. ഇവിടെ നിറയെ അതന്നെ കൃഷി കേട്ടോ. നോക്ക്, ഒക്കെ വാഴ കൃഷിയാണ്. ഫുള്ളായിട്ട് വാഴ കൃഷിയാണ്. അതൊക്കെ ഞാൻ വണ്ണാത്തിപ്പുഴ കാണിച്ചതാണ് പറഞ്ഞില്ലേ, വണ്ണാത്തിപ്പുഴ കാണിച്ചതാണ്. ഇത് വണ്ണാത്തിപ്പുഴയാണ് മെഷീൻ. ഇത് കാണിച്ചതാ. ഇതിനപ്പുറം മൊത്തം പുഴയാണ്. പുഴ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതാണ് പുഴയുണ്ടതാ, അങ്ങാ സൈഡ് പുഴയാണ്.